രാഷ്ട്രീയ ജീവിതത്തിലെ പുതിയ അധ്യായത്തിനാണ് പ്രിയങ്ക ഗാന്ധി തുടക്കമിട്ടിരിക്കുന്നത്. സംഘടനാപരമായി നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ് പാർലമെന്റിലെ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം. ഇതിനിടെ വയനാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗ് MP എന്നാണ് പ്രിയങ്കയെ പരിഹസിച്ചുകൊണ്ട് BJP പറഞ്ഞത്. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാനായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ താൽപര്യം. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ വയനാടിനെ പ്രതിനിധീകരിക്കാൻ പ്രിയങ്ക ഗാന്ധി നിർബന്ധിതയായി. ദക്ഷിണേന്ത്യയിലെ സാന്നിധ്യം ശക്തമായി തന്നെ നിലനിർത്താൻ കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. വയനാട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം ഞങ്ങൾ ചരിത്രത്തിന്റെ ഒരു ഭാഗമാവുകയാണ്. ഒരുപാട് വലിയ ചരിത്രത്തിലേക്ക് അവർ നടന്നു നീങ്ങുമ്പോൾ അവരുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വയനാട് എക്കാലത്തും വളരെ തെളിമയോടുകൂടി നിൽക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. പ്രതിപക്ഷ നിരയിൽ രാഹുലിനൊപ്പം പ്രിയങ്ക ചേരുമ്പോൾ കോൺഗ്രസിന് അത് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ഇന്ദിരാഗാന്ധിയുടെ പിന്തുടർച്ചക്കാരിയായി ഉയരുന്ന പ്രകടനം പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ പ്രതീക്ഷിക്കുന്നു. വയനാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗ് MP എന്നായിരുന്നു പ്രിയങ്കയ്ക്കെതിരെയുള്ള BJPയുടെ പരിഹാസം. പാർട്ടിയുടെ സമൂഹമാധ്യമ ചുമതലക്കാരൻ അമിത് മാളവിയ Xലൂടെയാണ് പ്രിയങ്കയെ വിമർശിച്ചത്. BJPയുടെ ശക്തമായ വനിതാ നിരയെ സംവാദങ്ങളിൽ നേരിടാൻ ഇനി പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തിയാകും കോൺഗ്രസ് തന്ത്രങ്ങൾ. പ്രൗഢകാലത്ത് ഇന്ത്യയെന്നാൽ ഇന്ദിരയെന്നായിരുന്നു കോൺഗ്രസിന്റെ മുദ്രാവാക്യം. പഞ്ഞകാലത്ത് ഇന്ദിരയെന്നാൽ പ്രിയങ്ക ഗാന്ധി എന്ന് പ്രതിഫലിപ്പിക്കാനാണ് കോൺഗ്രസ് ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രമിക്കുക. R. രാധാകൃഷ്ണൻ, ഇൻ റിപ്പോർട്ടർ, ഡൽഹി.